അസ്സലാമു അലൈക്കും. +1 അറബിയുടെ ഔഹനുൽ ബുയൂത്ത് എന്നുള്ള കഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു നിർത്തിയത്. പേജ് നമ്പർ 18. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫഖുൽതു വഅന ഉഹാവിലു ഖൽമായിലി. ഫഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു. ഖാല കുൽത്തു, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, കുൽത്തു ഞാൻ പറഞ്ഞു. അപ്പോൾ ഫ എന്ന് വന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു. വഅന ഞാൻ ഉഹാവിലു ഞാൻ ശ്രമിച്ചു. ഖൽമാ കടിച്ചമർത്താൻ. വൈലി എന്ന് പറഞ്ഞാൽ ദേഷ്യം, എൻ്റെ ദേഷ്യം കടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഫഖുൽതു വഅന ഉഹാവിലു ഖൽമായിലി എൻ്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. യാ ഖാല ഇംറാത്തുൻ സ്വാലിഹത്തുൻ ഖൈറുൻ വഇല്ലം തകുൻ ജമീലത്തൻ. യാ ഖാലത്തു ഏ അമ്മായി, ഇംറാത്തുൻ സ്വാലിഹത്തുൻ ഖൈറുൻ ഒരു സ്വാലിഹത്തായ ഒരു സ്ത്രീയാണ് നല്ലത്, ഖൈറുൻ നല്ലതാണ്, വഇല്ലം തകുൻ ജമീലത്തൻ അവൾ ഭംഗിയില്ലെങ്കിലും സ്വാലിഹത്തായ ഒരു പെണ്ണാണ് നല്ലത് എന്ന് പറഞ്ഞു. യാ ഖാലത്ത് ഇമ്രാത്തുൻ സ്വാലിഹത്തായ ഒരു പെണ്ണാണ് നല്ലത്, ഖൈറുൻ അവളാണ് നല്ലത്, വഇല്ലം തകുൻ ജമീലത്തിൻ അവൾ ഭംഗിയില്ലെങ്കിലും അവളാണ് നല്ലതെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മൻ ഖാല ഇന്നനി ഉരീദു ഗൈറ സ്വാലിഹാൻ എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. മൻ ഖാല ആരാണ് പറഞ്ഞത്, ആര് പറഞ്ഞു, ഇന്നനി ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈറ സാലിഹത്തൻ സ്വാലിഹത്ത് അല്ലാത്തൊരു സ്ത്രീയെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? ഇത് സാലിമിൻ്റെ ഉമ്മ പറയാണ്. സ്വാലിഹത്ത് അല്ലാത്ത ഒരു സ്ത്രീയെ ആണ്, ഒരു പെണ്ണിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആരാണ് പറഞ്ഞത്? ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നത് ഫതാത്തൻ ഒരു യുവതിയെയാണ്, റായിഅത്തൻ ഭംഗിയുള്ള സുന്ദരിയായ ഒരു യുവതിയെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, മുഅ്മിനത്തൻ വിശ്വാസിയായ, യതവഫറു ഫിഹ ദീനു വദ്ദുന്യ യതവഫറു പൂർത്തിയായ, ഫിഹ അവളിൽ, അദ്ദീന് മതവും, അതുപോലെ ദുന്യാവും ഭൗതികവും, മതവും അതുപോലെ ഭൗതികമായ കാര്യങ്ങളും പൂർത്തിയായിട്ടുള്ള ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു മനോഹരമായ ഒരു സ്ത്രീയെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുൽത്തു ഞാൻ പറഞ്ഞു. വതഖ്സുദീന ബിദ്ദുന്യ അൻ തകൂന ജമീലത്തൻ ബൈളാഅ ത്വീലത്തൻ വസഈറത്ത് സിന്നി വമുഅല്ലിഫത്തൻ. കുൽത്തു ഞാൻ പറഞ്ഞു. ഈ റൈറ്റർ പറഞ്ഞു. വതഖ്സുദീന നീ ഉദ്ദേശിക്കുന്നത്, ദുന്യാവ് കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്, അൻ തകൂന ജമീലത്തൻ അവൾ ഒരു സുന്ദരിയായ പെണ്ണിനെയാണോ? അതുപോലെ ബൈള എന്നല്ല വെളുപ്പുള്ള, അതുപോലെ വെളുത്ത, അതുപോലെ ത്വീലത്തൻ നല്ല നീളമുള്ള, അതുപോലെ വസഈറത്ത് സിന്നി പ്രായം കുറഞ്ഞ, അതുപോലെ മുഅല്ലഫത്തൻ ഉദ്യോഗസ്ഥയായിട്ടുള്ള, അതുപോലെ ജോലിക്കാരിയായിട്ടുള്ള ഒരു, ഈ പറയപ്പെട്ട കാര്യങ്ങളാണോ ദുന്യാവ് കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ നറേറ്റർ, ഈ എഴുത്തുകാരി ഈ സാലിമിൻ്റെ ഉമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറയുന്നു, വബിനി സാലിമുൻ യസ്തഹിഖു കുല്ലഹാദ. വബിനി എൻ്റെ മകൻ സാലിം, യസ്തഹിഖുൻ അവന് അർഹതയുണ്ട്, അവന് യോഗ്യതയുണ്ട്, കുല്ലഹാദ ഇതിനെല്ലാത്തിനും അവന് അർഹതയുണ്ട്, അവന് എന്താണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അവൻ യോഗ്യനാണ് എന്ന് സാലിമിൻ്റെ ഉമ്മ പറയുന്നു. പിന്നെ അപ്പോൾ നരേറ്റർ ചോദിക്കുന്നു, മാ റഅയുകി ഫി ഹാലത്ത് ബിൻത് അദ്നാൻ, അദ്നാൻ്റെ മകൾ ഹാലയെക്കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞു. ഫളഹറത്തിൽ ഹൈബത്തു വൽ ഹസ്രത്തു അലാ വജിഹിഹ വഖാലത്ത്. ഫളഹറത്ത് പ്രകടമായി, വെളിവായി, അൽ ഹൈബത്തു നിരാശ പ്രകടമായി, അതുപോലെ വൽ ഹസ്രത്തു ദുഃഖം, അല വജ്ഹിഹ അവളുടെ മുഖത്ത് ദുഃഖവും അതുപോലെ നിരാശയും ഒരുപോലെ മുഖത്ത് വെളിവായി പ്രകടമായി. വഖാലത്ത് എന്നിട്ട് അവൾ പറഞ്ഞു,
മുംതാസ എക്സലൻ്റ് ആണ്, സമൃദ്ധിയാണ്. വലാക്കിൻ പക്ഷേ യാ അസഫൻ എന്ത് നഷ്ടമാണ്, കഷ്ടമാണ്, എന്ത് കഷ്ടമാണ്. ലഖദ് റഫള അഹ്ലുഹാ ത്വലബി, ലഖദ് റഫള അവർ റിജക്റ്റ് ചെയ്തു, നിരസിച്ചു, അഹ്ലുഹ അവളുടെ കുടുംബം നിരസിച്ചു, റിജക്റ്റ് ചെയ്തു, ത്വലബി എൻ്റെ വിവാഹാലോചന, എൻ്റെ പ്രപ്പോസൽ, എൻ്റെ വിവാഹാലോചന അവരെന്ത് ചെയ്തു, നിരസിച്ചു എന്ന് പറഞ്ഞു. ഇന്ന അഹ്ലഹ തീർച്ചയായിട്ടും അവളുടെ കുടുംബം മാദിയൂൻ ഭൗതികവാദികളാണ്. അതായത് മതത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബമാണ് അവരുടേത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, നിരസിച്ചു എന്ന് പറഞ്ഞു. ലാല അല്ല യാ ഹാല അമ്മായി, അങ്ങനെയൊന്നുമല്ല. മാ വജദ അഹ്ലു ഹാലത്ത ഫി ഇബിനിക ഷുറൂത്തുൻ ദുന്യവിയ. എന്നിട്ട് ഈ നരേറ്റർ പറയുന്നു യാ ലാല യാ ഹാല, അങ്ങനെയല്ല അമ്മായി. മാ വജദ അവർ കണ്ടില്ല, അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാ വജദ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അഹ്ലു ഹാല ഈ ഹാലയുടെ കുടുംബത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫി ഇബിനിക നിൻ്റെ മകനിൽ ഷുറൂത്ത ദുന്യവിയ. ഷുറൂത്ത് മീൻസ് കണ്ടീഷൻസുകൾ, ദുന്യവിയ മീൻസ് ഭൗതികമായിട്ടുള്ള കണ്ടീഷൻസുകൾ, ജോലി, അതുപോലെ സൗന്ദര്യം, അങ്ങനെയുള്ള ദുന്യവിയായുള്ള കണ്ടീഷൻസുകൾ ഒന്നും നിൻ്റെ മകനിൽ അവർ കണ്ടില്ല. സമ്പത്ത് ഇതൊക്കെയാണല്ലോ, ഇതൊന്നും അവർ നിൻ്റെ മകനിൽ കണ്ടില്ല, അതുകൊണ്ടായിരിക്കാം അവർ നിരസിച്ചതെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു യാ ഹാലത്ത് ഇല്ലം തജിദി അൽ ജാനിബൈനി മഅൻ ഫി ഫതാത്തിൻ ഫബി അയ്യി ജാനിബിൻ തുലഹീന അദ്ദീൻ അമി ദുന്യ. യാ ഹാല ഏ അമ്മായി, ഇല്ലം തജിദി നീ കണ്ടിട്ടില്ലെങ്കിൽ, നിനക്ക് കണ്ടിട്ടില്ലെങ്കിൽ, കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ, അൽ ജാനിബൈനി ഈ രണ്ട് ഭാഗവും, ഈ രണ്ട് ആസ്പെക്റ്റുകളും നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മഅൻ ഒരുമിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഫി ഫതാത്തിൻ ഒരു യുവതിയിൽ, അപ്പോൾ ഈ ജാനിബിൻ ഏത് ആസ്പെക്റ്റാണ്, ഏത് ഭാഗമാണ്, തുലഹീന നീ സാക്രിഫൈസ് ചെയ്യുക. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ബലി ഒഴിവാക്കുക, ബലി കഴിക്കുക എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ തുലഹീന എന്ന് പറഞ്ഞാൽ ബലി കഴിക്കുക, അതായത് ഏത് കാര്യമാണ് നീ ഒഴിവാക്കുക എന്നുള്ളത്, ഏത് കാര്യമാണ് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത്. അദ്ദീൻ ദീനാണോ, അമി ദുന്യാവാണോ, ദീനാണോ ദുന്യാവാണോ നീ ഒഴിവാക്കുക എന്ന് ചോദിച്ചു. പിന്നെ അതിൻ്റെ ബാക്കി പേജ് നമ്പർ 19. കാലത്ത് അവൾ പറഞ്ഞു, ബാദത്ത അമ്മുലിൻ കുറച്ച് ചിന്തിച്ചതിന് ശേഷം, കുറച്ച് ആലോചനകൾക്ക് ശേഷം അവർ പറഞ്ഞു, ഇന്ന സാലിമൻ തീർച്ചയായിട്ടും ഈ സാലിമൻ ഖവിയൻ അദ്ദീൻ നല്ല ഉറച്ച മതബോധമുള്ളവനാണ്, നല്ല ശക്തമായി ദീൻ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നവനാണ്. യസ്തതിഉ ഹിക്കൻ അവന് കഴിയും, അവന് സാധിക്കും, ഐ യഹദിയ സൗജത്തുഹു. യഹദി മീൻസ് ടു ഗൈഡ് എന്നർത്ഥം. ഹിസ് വൈഫ്, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ, മാർഗനിർദ്ദേശം നൽകാൻ, ഗൈഡ് ചെയ്യാൻ അവൻക്ക് സാധിക്കും എന്നാണ് സാലിമിൻ്റെ ഉമ്മ പറയുന്നത്. വയുഅല്ലിമഹ അവളെ പഠിപ്പിക്കാനും, ഇല്ലം തെക്കുൻ മുതദയ്യിന അവൾക്ക് മതബോധമില്ലെങ്കിലും, അവൾക്ക് റിലീജിയസ് വാല്യൂകൾ അതുപോലെ അങ്ങനെയുള്ള മൂല്യങ്ങളൊന്നും അവൾക്കില്ലെങ്കിലും, മതബോധമില്ലെങ്കിലും, ദീനില്ലെങ്കിലും അവളെ പഠിപ്പിക്കാൻ സാലിമിന് സാധിക്കും എന്ന ഒരു വാദമാണ് സാലിമിൻ്റെ ഉമ്മ പറയുന്നത്. മലത്ത് അയ്യാമൻ വഷുഹൂറിൻ മലത്ത് കഴിഞ്ഞുപോയി, അയ്യാമൻ ദിവസങ്ങൾ, യൗമ് അതിൻ്റെ ജമ്മാണ് അയ്യാമ് കഴിഞ്ഞുപോയി, ഷഹർ അതിൻ്റെ ജമ്മാണ് ഷുഹൂർ മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞുപോയി. യൗമൻ ഒരു ദിവസം, സാറത്നി ഉമ്മു സാലിം സാലിമിൻ്റെ ഉമ്മ സന്ദർശിച്ചു.
സാറ മീൻസ് സന്ദർശിച്ചു, സാറത്ത് അവൾ സന്ദർശിച്ചു, നീ എന്നെ, അവൾ എന്നെ സന്ദർശിച്ചു, ഉമ്മു സാലിം സാലിമിൻ്റെ ഉമ്മ ഈ നരേറ്റർ ഈ എഴുത്തുകാരിയെ കഥ പറയുന്ന ആളെ സന്ദർശിച്ചു. വഫി യദിഹ അവളുടെ കയ്യിലുണ്ട് ബിതാഖത്ത് ദഅവ, ബിതാഖ ദഅവ എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ കാർഡ്, കല്യാണ കത്ത്, ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ട്. വഖാലത്ത് അവൾ പറഞ്ഞു, ലാ ബുദ്ദ അത്യാവശ്യമാണ്, ഇറ്റ്സ് മസ്റ്റ്, മിൻ തശ്രീഫിക്കി ഇയ്യാന ബിഹുദൂരി അസിഫാഫ്. എന്താണ് തശ്രീഫിക മീൻസ് നിങ്ങൾ ആശംസകൾ അറിയിക്കണം അല്ലെങ്കിൽ അനുഗ്രഹിക്കണം, ഇയ്യാന ഞങ്ങളെ, ബിഹുദൂരി അസിഫാഫിൻ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളെ ആശംസകൾ അറിയിക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കണം, അതുകൊണ്ട് നിങ്ങൾ വരണം എന്നുള്ള ഒരു പറഞ്ഞുകൊണ്ട് ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തു ഈ സാലിമിൻ്റെ ഉമ്മ. അപ്പോൾ ചോദിക്കാണ്, മനിൽ ആറൂസ്, ആരാണ് ബ്രൈഡ്, ആരാണ് വധു, ആരാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആനിസ സമീഹ, മിസ് സമീഹയാണ് എന്ന് പറഞ്ഞു. മിസ് സമീഹ നമ്മൾ മലയാളത്തിൽ കുമാരി എന്നൊക്കെ പറയും, അതുപോലെ അറബിയിൽ ആനിസ എന്നും പറയും, ആ രീതിയിലും പറയാറുണ്ട്. ആനിസ സമീഹയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇസ്മുഹ ജമീലൻ, നല്ല പേര്, ഗുഡ് നൈം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വഹിയ, അപ്പോൾ ഈ റൈറ്റർ നല്ല പേരെന്ന് പറഞ്ഞു. അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറഞ്ഞു വഹിയ അജ്മലിൻ, അവൾ ഏറ്റവും മനോഹരമാണ്, നല്ല ഭംഗിയുള്ളവളാണ്. ബാരിയത്തുൽ ജമാലിൻ, അതീവ സുന്ദരിയാണ്. ഭാര്യ മീൻസ് അതീവ സുന്ദരിയാണ് അവൾ. ഉമ്രുഹ സമാനിയത്ത അഷ്റാമൻ, ഉമ്രുഹ അവളുടെ ഏജ്, അവളുടെ വയസ്സ് എന്നുള്ളത് സമാനിയത്ത അഷറാമൻ, അവൾക്ക് 18 വയസ്സായിട്ടുള്ളൂ, 18 വയസ്സാണ് അവൾക്കുള്ളത്. വ ദാറത്തിൽ അയ്യാമു വ ഷാർത്തു ബി അന്ന മിൻ വാജിബി സിയാറത്ത മുസാലിം ലി തഹ്നിയത്തിഹ. വദാറത്തിൽ അയ്യാമു, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. വ ഷാർത്തു ബി അന്ന മിൻ വാജിബി, വ ഷാർത്തു ഞാൻ എനിക്ക് ഫീൽ ചെയ്തു, ബി അന്ന മിൻ വാജിബി എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്താണ് സിയാറത്ത ഉമ്മു സാലിം, ഈ സാലിമിൻ്റെ ഉമ്മയെ വിസിറ്റ് ചെയ്യൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ ലി തഹ്നിയത്തിഹ, എന്നിട്ടോ അവരെ വിഷ് ചെയ്യലും, ടു വിഷ് ഹർ, അവരെ ആശംസകൾ അറിയിക്കലും, അതൊക്കെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് ഈ റൈറ്ററിന് ഫീൽ ചെയ്തു. ശേഷം തറക്തു അൽബാബ വസ്തഖ്ബൽതനി ഉമ്മു സാലിം ബിഹഫാവത്തിൻ വാരിയ. അങ്ങനെ ഈ റൈറ്റർ സാലിമിൻ്റെ വീട്ടിലേക്ക് പോയി. ശേഷം തറക്തു അൽബാബ, തറക്തു മീൻസ് ഞാൻ മുട്ടി, അൽബാബ ഡോറിൽ മുട്ടി. അങ്ങനെ വസ്തഖ്ബൽതനി, ഇസ്തഖ്ബല മീൻസ് സ്വീകരിച്ചു, ഇസ്തഖ്ബലതനി എന്നെ സ്വീകരിച്ചു, ഉമ്മു സാലിം സാലിമിൻ്റെ ഉമ്മ എന്നെ സ്വീകരിച്ചു. ബി ഹഫാവത്തിൻ ബാലിയത്തിൻ, വളരെയധികം ആദരവോടെ എന്നെ അവർ സ്വീകരിച്ചു. പിന്നെ അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ചോദിച്ചു കൈഫ ഹാലു അറൂസിക്കും, കൈഫ ഹാൽ എന്താണ് അവസ്ഥ, അറൂസിക്കും നിങ്ങളുടെ ബ്രൈഡിൻ്റെ, നിങ്ങളുടെ മണവാട്ടി വധുവിൻ്റെ അവസ്ഥയൊക്കെ എന്താണ്, സുഖമാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ലൊഹറ അല വജിഹു മിസാലിം സഹാബത്തുൽ ഹുസ്നി വൽ കാബ, ലൊഹറ പ്രത്യക്ഷപ്പെട്ടു, അല വജിഹി ഉമ്മ സാലിം സാലിമിൻ്റെ ഉമ്മയുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു, സഹാബത്ത് മേഘങ്ങൾ, അൽ ഹുസ്നി സങ്കടത്തിൻ്റെ, വൽ കാബത്തിന് ഹുസ്നി മീൻസ് സങ്കടം ദുഃഖം, അതുപോലെ കാബത്തും അതേ മീനിങ് തന്നെ, സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മേഘം, അതൊരു സാങ്കല്പിക പ്രയോഗമാണ്. അതായത് വളരെയധികം അവരുടെ മുഖത്ത് വളരെയധികം ദുഃഖവും സങ്കടവും ഉണ്ടായി എന്നുള്ളത്. ശേഷം വഹിയ തഖൂലു, എന്നിട്ട് അവൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു അൽഹംദുലില്ലാ
ഈ ഹൈറ അൽഹംദുലില്ലാ സുഖമാണ് എന്ന് പറഞ്ഞു. കമാ തസ്മഈന നിങ്ങൾ കേൾക്കുന്നത് പോലെ പുറത്തൊക്കെ പറയുന്നത് പോലെ സുഖം തന്നെയാണ്. ഇന്നഹ ലാ തുഫാരിഖു അൽ മിദിയ ഇല്ലാ ഇലൽ തിൽഫാദ് ഇലൽ ജവ്വാല. അൽഹംദുലില്ലാ വളരെ സുഖം തന്നെയാണ്. സുഖം തന്നെയാണെന്ന് പറഞ്ഞു. കമാ തസ്മഈന നിങ്ങൾ പുറത്ത് കേൾക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇന്നഹ അവൾ ലാ തുഫാരിഖു അവൾ ഫാറഖ മീൻസ് വിട്ടുപിരിയുക അല്ലെങ്കിൽ ലീവ് ചെയ്യുക, ഉപേക്ഷിക്കുക. ലാ തുഫാരിഖു ഷീ ഡസൻ ലീവ് അവൾ ഒഴിവാക്കുന്നില്ല അൽ മിദിയ റേഡിയോ ഇല്ല ഇലൽ തിൽഫാദിൻ ടെലിവിഷന് വേണ്ടിയല്ലാതെ. ഇത് ഈ കഥയൊക്കെ കുറച്ച് മുമ്പ് എഴുതിയത് ഉള്ളത് കൊണ്ട് 1950-60 ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച കവിയാണ്, അല്ല റൈറ്ററാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ മീഡിയകളാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. അൽ മിദിയ ആ റേഡിയോ അവർ ഉപേക്ഷിക്കുന്നില്ല ഇല്ല ഇല തിൽഫാദ് ടെലിവിഷന് വേണ്ടിയല്ലാതെ, വൈലൽ ജവ്വാല അല്ലെങ്കിൽ മൊബൈലിന് വേണ്ടിയല്ലാതെ. അതായത് അവർ റേഡിയോ കേൾക്കും, അത് എന്നിട്ട് റേഡിയോ ഉപേക്ഷിക്കുമ്പോൾ എന്തിനു വേണ്ടി ഇല്ല ഇല തിൽഫാദ് ടെലിവിഷൻ ചാനലുകൾ ഉപയോഗിക്കാനും ടെലിവിഷൻ കാണാനും. അപ്പോൾ ഒന്നെങ്കിൽ അവരുടെ കയ്യിൽ റേഡിയോ കേൾക്കും, അല്ലെങ്കിൽ ടി വി കാണും, അല്ലെങ്കിൽ ജവ്വാലെ ഫോണായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഉപകരണങ്ങളായിരിക്കും അവരുടെ കയ്യിൽ. അവൾ എന്താണ് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയായിപ്പോയി. തുഹിബു അവൾ ഇഷ്ടപ്പെടുന്നു, അല്ല ഇന അൻ അവൾ മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെടുന്നവളാണ്. അതുപോലെ റഖ്സ ഡാൻസുകൾ, സിനിമയും. തഖ്ലി നഹാറഹ ഫി ഷുർഫത്തിൻ തഖ്ലി ഷീ സ്പെൻഡ് അവൾ ചെലവഴിക്കുന്നു നഹാർ അവളുടെ പകലുകളെ ഫി ഷുർഫൻ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവൾ പാട്ട് കേൾക്കുന്നു, അതുപോലെ ടി വി കാണുന്നു, അതുപോലെ ഫോൺ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള വിനോദ കാര്യങ്ങളിൽ മാത്രമാണ് അവൾ ചെലവഴിക്കുന്നത്. ബാക്കിയുള്ള നിസ്കാരമോ അല്ല ദീനിയായ കാര്യങ്ങളൊന്നും അവൾ ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും സാലിമിൻ്റെ ഉമ്മ സാലിമിന് നല്ല ദീനവും അതുപോലെ ദുന്യാവും ഉള്ള ഒരു പെണ്ണിനെയാണ് ആഗ്രഹിച്ചത്. അങ്ങനെ തിരഞ്ഞ് അവസാനം കിട്ടിയതോ ഇങ്ങനെ ഒരു പെണ്ണിനെയാണ്. എന്തായാലും നോക്കാം ബാക്കി കഥ. അതുപോലെ തന്നെ അവളുടെ കുറ്റങ്ങൾ കഴിഞ്ഞിട്ടില്ല ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തഖ്ലി ചെലവഴിച്ചു നഹാറൻ പകൽ ചെലവഴിച്ചു ഫി ഷുർഫ അവൾ ബാൽക്കണിയിൽ അവളിരുന്ന് ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ പാട്ടുപാടും. കാലും ഒക്കെ ഇടപെടല്ലോ കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പാട്ട്, സിനിമ, റേഡിയോ ഇങ്ങനെയുള്ള ഉപകരണങ്ങളുമായിട്ടാണ് അവളുടെ കൂട്ട്. പിന്നെ അതുപോലെ തന്നെ അവളെന്താണ് ബത്തിയ മീൻസ് അവൾ മന്ദബുദ്ധിയാണ്. പോരാത്തതിന് ഇത്രയൊക്കെ കാര്യങ്ങളും ഉപദ്രവം ഉണ്ടായി, അതിന് പുറമെ അവളെന്താണ് ഒരു മന്ദബുദ്ധിയുമാണ്. ബുദ്ധിയില്ല അവൾക്ക്. ബുദ്ധിയില്ല അവൾക്ക്. എന്ത് മാത്രമേ ഉള്ളൂ, മുഖ സൗന്ദര്യം ശരീര സൗന്ദര്യം മാത്രമേ ഉള്ളൂ, തലൻ്റെ ഉള്ളിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു. മന്ദബുദ്ധിയാണ്. അതുപോലെ ജാഹിലത്തൻ അന്തംകമ്മിയാണ്, അന്തമില്ല അവൾക്ക്. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്ത, അന്തംകമ്മി എന്ന് പറയാം മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവൾ. ലാ താരിഫു അവൾക്കറിയുകയില്ല ഹുക്കൂക്ക ഉത്തരവാദിത്തങ്ങൾ അറിയുകയില്ല, അൽ ബൈത്തിൻ വീട്ടിലെ, അതുപോലെ വസൗജിൻ ഭർത്താവിനോടുള്ള കടമകൾ, അതുപോലെ വീട്ടിലെ മര്യാദകൾ ഒന്നും അവൾക്കറിയില്ല. അവൾക്ക് തിന്നുക, കുടിക്കുക, പാട്ട് കേൾക്കുക, മ്യൂസിക്, ഡാൻസ് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ മാത്രമാണ്. അതിന് പുറത്ത് അവളെന്താണ് മന്ദബുദ്ധിയുമാണ്, അതുപോലെ തന്നെ അന്തംകമ്മിയുമാണ്. അതിന് പുറമെ അവൾക്കുള്ളൊരു ഉപകാരം എന്നുള്ളത് ഭർത്താവിനോടും അതുപോലെ വീട്ടിലുമുള്ള ഒരു കടമകളോ ഉത്തരവാദിത്തങ്ങളോ അവൾക്കറിയുകയില്ല. അതുകൂടിയാണ് അവൾക്കുള്ളത്. അതുപോലെ വലാ താരിഫു അവൾക്കറിയുകയില്ല അൽ ഹലാൽ വൽ ഹറാം ഹലാൽ എന്താണ് അതുപോലെ ഹറാം എന്താണെന്നും വേർതിരിച്ച് അവൾക്കറിയുകയില്ല. അവളെപ്പോഴും മ്യൂസിക്കിലും ആർഭാടങ്ങളിലും ദുന്യവിയായ കാര്യങ്ങൾ മാത്രമാണ് അവളുടെ ചിന്ത. ബാക്കിയുള്ള നിസ്കാര കാര്യങ്ങളൊന്നും ഇല്ല, വളരെയധികം കഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ എന്തായാലും തിരഞ്ഞ് ഇങ്ങനെയൊന്നും കിട്ടിയില്ലേ എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ ഫഹാലു സാലിം, അപ്പോൾ സാലിമിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ പറഞ്ഞു സാലിം ഫി
ഹുദൂഇഹി വസുബരിഹി വഹുവ യുഹാവിലു തഈറ ത്വിബാഇഹ. സാലിം ഫി ഹുദൂഇഹി അവന് ശാന്തനാണ്, ശാന്തതയിലാണ്, വസുബിരി ക്ഷമയിലുമാണ്. അവന് ആളൊരു സൈലൻ്റാണ്, ഒരു എന്താ പറയുക അവന് ശാന്തനാണ്, ലോലനാണെന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ അവന് വളരെയധികം ശാന്തനാണ്. വസുബിരി അവന് ക്ഷമിക്കാണ്. ഇങ്ങനെയുള്ള പരാക്രമങ്ങളും ഇങ്ങനെയുള്ള എല്ലാവിധ ഫിത്നകളും ഇവളുടെ അടുത്ത് ഉണ്ടായിട്ടും അവനെന്താണ് അതൊക്കെ ക്ഷമിച്ച് ശാന്തമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. വഹുവ യുഹാവിലു അവൻ ശ്രമിക്കുന്നു തഈറ തിബാഇഹ. തഈറ മീൻസ് ടു ചേഞ്ച്, തിബാ മീൻസ് നേച്ചർ. അപ്പോൾ എന്താണ് അവനെന്ത് ചെയ്യുന്നു? ഹി ട്രൈൻ ടു ചേഞ്ച് ഹെർ നാച്ചർ. അവനെന്താണ് അവളുടെ ഈ നേച്ചറിനെ മാറ്റാൻ വേണ്ടി, സ്വഭാവത്തെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ തജമ്മദത്തിൽ കലിമാത്തു ഫി ഹൽക്കിഹ വദുമു തസീലു ഫി ഹദ്ദിഹ. തജമ്മദത്തിൽ നിശ്ചലമായി കലിമാത്തുൻ അവളുടെ വാക്കുകൾ, ഫി ഹൽക്കിഹ അവളുടെ തൊണ്ടയിൽ. ഈ സാലിമിൻ്റെ ഉമ്മയെ സംസാരിക്കുകയാണല്ലോ, അവളുടെ കുറ്റങ്ങൾ കുറവുകൾ ഇങ്ങനെ പറയുകയാണല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ സമയത്ത് തജമ്മദ നിശ്ചലമായി, കലിമാത്തുൻ വാക്കുകൾ, ഫി ഹൽക്കിഹ അവളുടെ തൊണ്ടയിൽ നിശ്ചലമായി. അതുപോലെ വദ്ദുമു ഉൻ കണ്ണുനീര്, തസീൽ ഒഴുകി, ഫി അല ഹദ്ദിഹ അവളുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ഒഴുകി. വഹിയ തഖൂലു എന്നിട്ട് അവൾ പറഞ്ഞു, സാലിമ് യസ്തഹിക്കു അവൻ അർഹിക്കുന്നുണ്ട്, കുല്ല ഖൈറിൻ എല്ലാവിധ നന്മകളും അവൻ അർഹിക്കുന്നു. ലാക്കിൻ പക്ഷേ എന്നുള്ളത് ഒരു ഇതാണ്, ഒരു ശബ്ദമായിട്ട് കൊടുത്താണ്. ലൈസ ലഹു ഹൽദുൻ അവനക്കൊരു ഭാഗ്യമില്ല. ഹീ ഈസ് നോട്ട് ലക്കി അവനൊരു ഭാഗ്യമില്ല. തഹ്സറത്ത് എന്നിട്ടോ തഹ്സറ മീൻസ് നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു. വഖാലത്ത് എന്നിട്ട് പറഞ്ഞു, യാ ലൈത്വനി ഇഖ്തർത്ത് സ്വാലിഹത്തൻ. യാ ലൈത്വനി ഇഖ്തർത്ത് തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ, സ്വാലിഹത്തൻ ഒരു നല്ല സ്വഭാവമുള്ള സൽവൃതിയായ ഒരു പെൺകുട്ടിയെ, നല്ല ദീനീയബോധമുള്ള ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനി എന്ന് പറയണം. യാലയത്തിന് എത്ര നന്നായേനെ, ഇഖ്തർത്തു തിരഞ്ഞെടുത്തുവെങ്കിൽ, സ്വാലിഹത്തിന് ഒരു സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് ഔഹനൽ ബുയൂത്ത് തകർന്ന വീട് എന്ന കഥയിലെ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ കഥ മാത്രമല്ല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കൂടിയാണ് ഈ കഥ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളുടെ പോലെയൊന്നും ജീവിതത്തിൽ നമ്മളും ആവാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശങ്ങളും ഈ കഥയിൽ നിന്നും ഈ ഹനാൻ ലഹാം എന്ന കഥാകാരി നമുക്ക് നൽകുന്നുണ്ട്. കല്യാണത്തിനും ആണെങ്കിലും അതുപോലെ നമ്മുടെ സ്വഭാവങ്ങളും, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഇതുപോലെ ആവരുത്. പാട്ടും ഡാൻസും ഒക്കെ മാത്രമാവരുത്. മതവും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകണം എന്നുള്ള ഒരു മറഞ്ഞ രീതിയിലൊരു സന്ദേശം, അല്ലെങ്കിൽ നല്ല ഒരു സന്ദേശം ഈ കഥാകാരി നമ്മൾക്ക് നൽകുന്നുണ്ട്. ശരി, അസ്സലാമു അലൈക്കും.